ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെയധികം ഐശ്വര്യം നിറഞ്ഞ, ഭാഗ്യം നിറഞ്ഞ, ഊർജം നിറഞ്ഞ ദിവസമാണ്. 2026 ഏറ്റവും ഭാഗ്യദായകമായ, പ്രപഞ്ചം വളരെയധികം ശക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം. കാരണം ഇന്ന് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ഗ്രഹം ആകാശത്ത് കിഴക്ക് ഭാഗത്തായിട്ട് ഉദിച്ചു വരുന്നതാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു ഗ്രഹം. എന്താണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിന് മുൻപായിട്ട് നാളെ 11/11 പോർട്ടൽ ഓണാകുന്ന ദിവസമാണ്. ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ ഈസിയാണ്, വളരെ ശക്തി നിറഞ്ഞതുമാണ്. ഇന്നും നാളെയും ദിവസങ്ങൾ നിങ്ങൾ മിസ്സ് ചെയ്യരുത്. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്നിത് കണ്ട് ഈ കാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയും കൂടിയിട്ടുള്ളൂ. എന്താണ് ഇന്നത്തെ പ്രത്യേകത? ഇന്ന് രാത്രി സൂര്യാസ്തമയത്തിന് ശേഷം നന്നായിട്ട് ഇരുട്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടിന് വെളിയിലിറങ്ങി, അല്ലെങ്കിൽ വീട്ടിൽ എവിടെ നിന്നാലോ ആകാശം കാണുന്നത് അവിടെ നിന്ന് കിഴക്ക് ഭാഗത്തോട്ട് നോക്കുമ്പോൾ കിഴക്ക് ഭാഗത്ത് നക്ഷത്രങ്ങളെക്കാൾ ശോഭയോടുകൂടി ഒരു തിളങ്ങുന്ന ചലിക്കാത്ത ഗോളത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഗോളം വെറുമൊരു ഗോളമല്ല, അതൊരു ഗ്രഹമാണ്. അതായത് വ്യാഴഗ്രഹമാണ് അത്. നമുക്കറിയാം, വ്യാഴം പിഴച്ചാൽ സർവ്വതും പിഴച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. ആ വ്യാഴഗ്രഹമാണ് നമുക്കിന്ന് ആകാശത്ത് ഉദിച്ച് കാണാൻ സാധിക്കുന്നത്. ജ്യോതിശാസ്ത്രപരമായും ജ്യോതിഷപരമായും അത്ഭുതങ്ങളുടെ ഗ്രഹമായ വ്യാഴം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ശക്തിയോടും എനർജിയോടും കൂടിയിട്ടാണ് ഉദിച്ചു നിൽക്കുന്നത്. അതായത് സൂര്യഭഗവാൻ പടിഞ്ഞാറസ്തമിക്കുമ്പോൾ കിഴക്ക് വ്യാഴം ഉദിക്കും. ഒരു ഒപ്പോസിഷനാണ് അവിടെ സംഭവിക്കുന്നത്. ഓപ്പോസിറ്റായിട്ട് ഒരാൾ അസ്തമിക്കുന്നു, ഒരാൾ ഉദിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഭൂമി നിൽക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ ഈ ഒരു കാര്യത്തെ പറയുന്ന പേരെന്ന് പറയുന്നത് സൂപ്പർ ബൗൾ, അതായത് 2026 സൂപ്പർ ബൗൾ എന്നാണ്. സൂര്യനും വ്യാഴത്തിനും നേർരേഖയിൽ അതിനിടയിലായിട്ട് ഭൂമി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കറിയാം, ജ്യോതിഷത്തിൽ വ്യാഴത്തെ മഹാശ്രേഷ്ഠൻ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് സമ്പൽ സമൃദ്ധി, ഉന്നതി, സ്വർണം, പണം, വീട്, ഐശ്വര്യം, നല്ല വിദ്യാഭ്യാസം, വലിയ ഭാഗ്യം, ഇതൊക്കെ ശുക്രനേക്കാൾ കൂടുതൽ നമുക്ക് പ്രദാനം ചെയ്യുന്നത് വ്യാഴമാണ്. നമ്മുടെ ജാതകത്തിലുള്ള വ്യാഴത്തിൻ്റെ സ്ഥാനം, വർഷാവർഷത്തിൽ വ്യാഴം മാറുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സോ നമ്മളിവിടെ ഇന്ന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, അതായത് ഈ ഒരു വ്യാഴം ഇപ്പോൾ മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ എഴുതി പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് വളരെ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തൊഴിൽപരമായിട്ടൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെ നീക്കാനുള്ള കഴിവ് ഇന്ന് ഉദിക്കുന്ന വ്യാഴഗ്രഹത്തിൻ്റെ ഊർജത്തിന് ഉണ്ട്, ആ കിരണങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന 24 മണിക്കൂറാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് രാത്രിയിൽ ഉദിക്കുന്ന വ്യാഴം നാളെ രാവിലെ വരെ ആകാശത്ത് സ്ഥിരമായിട്ടുണ്ട്. സോ ഇന്ന് രാത്രി 7 മണി മുതൽ നാളെ സൂര്യ ഉദയത്തിന് ഒരു മണിക്കൂർ മുമ്പ് വരെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യാവുന്നതാണ്. വ്യാഴഗ്രഹം എന്ന് പറയുന്നത് വെറും ഒരു ഭാഗ്യം നമുക്ക് തരുന്ന ഗ്രഹം മാത്രമല്ല, സാമ്പത്തികപരമായിട്ടും ബിസിനസ് പരമായിട്ടും അതല്ലാതെ പൊതുവായിട്ടും നമ്മളെ വളരാൻ സഹായിക്കുന്ന ഒരു ഗ്രഹം കൂടിയിട്ടാണ്. ഞാൻ ഈ പറയുന്ന കാര്യം ഇന്ന് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതായത് പീരിയഡ്സ് ആണോ, പുല, വാലായ്മ, നോൺ വെജ് കഴിച്ചു കുളിച്ചിട്ടില്ല, ഇതൊന്നും നിങ്ങളെ ബാധകമല്ല. ഇതൊന്നും അല്ലാതെ, അതായത് പീരിയഡ്സോ പുലയോ വാലായ്മയോ ഒന്നുമില്ലാത്തവർ ഇന്ന് നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും വൈകിട്ടൊന്ന് കുളിച്ച് ശുദ്ധമായതിനു ശേഷം പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് വീട്ടിലുള്ള വിഷ്ണു ഭഗവാന്റെയോ കൃഷ്ണ ഭഗവാനോ മഞ്ഞ കളറിലെ പൂക്കളോ മഞ്ഞ കളറിലെ പഴമോ നെയ് ദീപമോ ഒക്കെ കൊളുത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. കാരണം വ്യാഴഗ്രഹത്തിൻ്റെ, അതായത് ഗുരുഗ്രഹത്തിൻ്റെ അധിപതി എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാനായതുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും അത് ചെയ്യണം. വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയോ കേൾക്കുന്നതോ ചെയ്യുന്നതും ഇന്ന് വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യം, വൈകിട്ട് വിളക്കൊക്കെ കത്തിച്ച് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു യെല്ലോ കളറിലെ ഡ്രസ്സോ അല്ലെങ്കിൽ യെല്ലോ കളറിലെ ഒരു ചെറിയ പീസ് ഓഫ് ക്ലോത്തോ കയ്യിലെടുത്തുകൊണ്ട് നിങ്ങൾ വെളിയിലിറങ്ങുക. കാരണം ഈ ഒരു കളറ് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെ നടത്തിത്തരും. അതുമാത്രവുമല്ല, വ്യാഴഗ്രഹം എന്ന് പറയുന്നത് ഇന്ന് കിഴക്ക് വശത്ത് ഉദിച്ചു നിൽക്കുമ്പോൾ ആ ഒരു യെല്ലോ കളർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ കിരണങ്ങൾ നമ്മുടെ എനർജിയുമായിട്ട് കൂടിച്ചേരുകയും ചെയ്യും.
അപ്പോൾ നിങ്ങൾ ആ സമയത്ത് വെളിയിൽ വരിക. അതേപോലെ നെറ്റിയിൽ മഞ്ഞപ്പൊടി കൊണ്ട് പൊട്ട് തൊടുന്നതും വളരെ വളരെ നല്ലതാണ്. നിങ്ങൾ വെളിയിൽ വന്ന് നിന്ന് കിഴക്ക് വശത്തായിട്ട് നോക്കുക. വ്യാഴഗ്രഹത്തെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കണം. ഇനി എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് വ്യാഴത്തെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് വ്യാഴഗ്രഹം ഉണ്ട്. അത് നമുക്ക് ചിലപ്പോൾ മഴമേഘങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റാതെ പോകുന്നതായിരിക്കാം. നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം വ്യാഴഗ്രഹത്തെ കാണാൻ. വ്യാഴഗ്രഹത്തെ കണ്ടു കഴിഞ്ഞാൽ അവിടോട്ട് നോക്കി കൈകൂപ്പി വ്യാഴഗ്രഹത്തിൻ്റെ മന്ത്രം അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് 3 പ്രാവശ്യം മനസ്സിൽ ജപിക്കാവുന്നതാണ്. അതിപ്പം പീരിയഡ്സ് ഉണ്ടെങ്കിലും പുലയാണെങ്കിലും വാലായ്മയാണെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് 3 പ്രാവശ്യം മനസ്സിൽ ജപിക്കാവുന്നതാണ്. ജപശേഷം ഒരു വൈറ്റ് കളറിലെ പേപ്പർ എടുക്കുക. ലൈൻസ് ഒന്നുമില്ലാത്തൊരു പേപ്പർ എടുക്കണം. ഒന്നെങ്കിൽ യെല്ലോ കളറിലെ ഒരു പേന, മാർക്കർ, സ്കെച്ച് പെൻ. ഇത് ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയിൽ നിങ്ങളൽപ്പം റോസ് വാട്ടറോ ജലമോ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് വലത്തെ കൈയിലെ മോതിര വിരൽ കൊണ്ടോ തുളസിയിലയുടെയോ കൂവളത്തിൻ്റെയോ തണ്ട് കൊണ്ടോ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി ഇതൊന്നും പറ്റില്ലാത്തവർക്ക് ഒരു ബ്ലൂ കളറിലെ പേനയായാലും മതിയാകും. അതിനുശേഷം ഈ ഒരു 2026 ജൂണിന് മുൻപായിട്ട് നിങ്ങളുടെ തൊഴിലിടത്തിൽ, തൊഴിൽ ജീവിതത്തിൽ, അതിപ്പം ജോലി ചെയ്യുന്നവരാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എന്തുമായിക്കൊള്ളട്ടെ, തൊഴിലിലോ നമ്മുടെ ധനപരമായിട്ടോ നമുക്ക് എന്ത് സംഭവിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് ഉന്നതി വേണം, പ്രമോഷൻ വേണം, ഒരു ജോലി വേണം, കുറച്ചും കൂടി ശമ്പളമുള്ളൊരു ജോലി വേണം. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മുടെ ധനപരമായ കാര്യത്തിൽ ആരെങ്കിലും കടം കൊടുത്തത് കിട്ടാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റക്ക് മണി ഉണ്ടെങ്കിൽ അത് ലഭിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു എമൗണ്ട് ചിന്തിക്കുക. ഈ 2026 ജൂണിന് മുമ്പായിട്ട് ഇത്രയും ഒരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ വരണം. ജൂണിന് മുൻപ് എന്ന് പറയാൻ കാരണം ജൂൺ മാസത്തോടുകൂടി വ്യാഴം മിഥുനം രാശി വിട്ട് അടുത്ത രാശിയിലോട്ട് പ്രവേശിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജൂൺ വരെ മാത്രമേ ചിന്തിക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെ ചിന്തിച്ചതിന് ശേഷം ആ 3 കാര്യങ്ങൾ നമ്മൾ ആ പേപ്പറിൽ 1, 2, 3 എന്ന് നമ്പർ ഇട്ടിട്ട് എഴുതുക. തൊഴിൽപരമായിട്ട് ഉയർച്ച വേണം, ഈ ജൂണിന് മുൻപായിട്ട് ഇത്ര എമൗണ്ട് എൻ്റെ കയ്യിൽ വരണം, ബിസിനസ്സിൽ എനിക്ക് പുതിയ ഓർഡർ ലഭിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. പക്ഷേ 3 കാര്യങ്ങൾ എഴുതാവുള്ളൂ. അതിനുശേഷം ആ പേപ്പർ മടക്കി വ്യാഴഗ്രഹത്തെ നോക്കി ഇതെത്രയും പെട്ടെന്ന് നടന്നു കിട്ടണമെന്ന് പ്രാർത്ഥിക്കണം. കാരണം ഞാൻ പറഞ്ഞു, മിഥുനം എന്ന് പറയുന്നത് എഴുത്തിൻ്റെ രാശി എന്നാണ് മിഥുനത്തെ പറയുന്നത്. അപ്പോൾ വ്യാഴം ഈ ഒരു മിഥുനം രാശിയിലായതുകൊണ്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വ്യാഴം നമുക്ക് സാധിച്ചു തരും. എഴുത്തിൻ്റെ രാശിയുമായിട്ട് കൂടിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സോ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ എഴുതുക. ഇപ്പം മഞ്ഞൾപ്പൊടി കൊണ്ടാണ് നിങ്ങളിത് എഴുതിയെങ്കിൽ അത് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കുക. അപ്പോൾ അത് ഓപ്പണായിട്ട് തന്നെ വെക്കുക. ആ ഒരു വെളിയിൽ തന്നെ ഇരുന്നോട്ടെ, പറന്നു പോകാതെ നോക്കിക്കോണം. എന്തെങ്കിലും ചെറിയ കല്ലോ എന്തെങ്കിലും ഗ്ലാസ്സോ അതിന് മുകളിലായിട്ട് വെച്ചാൽ മതിയാകും. അത് ഉണങ്ങിയതിന് ശേഷം അത് മടക്കി വ്യാഴത്തെ നോക്കി പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ കൊണ്ടുവെക്കാം. അപ്പോൾ പീരിയഡ്സ്, പുല, വാലായ്മ പോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മറ്റെവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് വെക്കാവുന്നതാണ്. ജൂൺ മാസം വരെ, ജൂൺ 30 വരെ അത് നിങ്ങളുടെ വീട്ടിലിരുന്നോട്ടെ. അതിനുശേഷം നിങ്ങൾക്കിത് കത്തിച്ചു കളയാം. ഇത് വിശ്വാസപൂർവ്വം നിങ്ങളിത് ചെയ്താൽ തീർച്ചയായിട്ടും നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കാരണം വ്യാഴം എന്ന് പറയുന്നത് അത്രമാത്രം ശക്തിയുള്ള, പവറുള്ള, ഊർജം നിറഞ്ഞൊരു ഗ്രഹമാണ്. ആ ഗ്രഹമാണ് നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ടിന്ന് കാണാൻ സാധിക്കുന്ന രീതിയിൽ ആകാശത്ത് വന്നിരിക്കുന്നത്. സോ എല്ലാവരും ഇതിന് ശ്രമിച്ചു നോക്കുക. ഇനി വ്യാഴഗ്രഹത്തെ കണ്ടില്ലെങ്കിലും കിഴക്കോട്ട് നോക്കി കൈകൂപ്പി വ്യാഴഗ്രഹം അവിടെ ഉണ്ടെന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്കിന്നത് ചെയ്യാവുന്നതാണ്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.